السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الحمد لله. കഴിഞ്ഞ ദിവസം നമ്മൾ 229 ആയത്തിന്റെ തഫ്സീർ കഴിഞ്ഞിരുന്നു അല്ലെ. നമുക്ക് കുറച്ചും കൂടെ ഡിസ്കഷൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ ഒരു ഡിസ്കഷനുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ആയത്തിനെ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ വമൻ യഅതദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുദ് ളാലിമൂൻ. അല്ലേ, അള്ളാഹുവിന്റെ ഹദ്ദുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ അതിനെ ക്രോസ് ചെയ്യരുത്, അല്ലെ, അതിര് കവിയരുത് ആ കാര്യത്തില്. ഇനി ആര് അള്ളാഹുവിന്റെ അതിർത്തികളെ ലംഘിക്കുന്നുവോ ഫഉലൈക ഹുമുദ് ളാലിമൂൻ, അവര് ആരാണ്? ളാലിമീങ്ങളാണ്, അല്ലെ, ദുൽമ ചെയ്യുന്നവരാണ്. അപ്പം നമ്മള് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും എങ്ങനെയാണ് ദുൽമ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നിച്ച് അടുത്തടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് പരസ്പരം ഇഹ്സാൻ ചെയ്യാനും സാധ്യത കൂടുതലാണ്, ദുൽമ ചെയ്യാനും സാധ്യത കൂടുതലാണ്, അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ദുൽമ ചെയ്യുന്നത്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഭർത്താക്കന്മാരുടെ അടുത്ത് ദുൽമ ചെയ്യുന്നതെന്നാണ്. കുറച്ച് ഞാൻ ചിന്തകൾ ഷെയർ ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഏറ്റവും ആദ്യമായിട്ട് അവരുടെ അവകാശങ്ങൾ, അതായത് അവരുടെ ആവശ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ, ഇത് വളരെ വളരെ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ പലപ്പോഴും അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ ഇപ്പൊ എന്താ ഇത്ര വലിയ കാര്യം എന്ന് ഒരു പക്ഷേ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആ ഒരു നേച്ചർ മനസ്സിലാക്കാത്ത, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്ത സ്ത്രീകൾ ഇഷ്ടംപോലെ നമ്മുടെ ഇടയിലുണ്ട്, അല്ലെ. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ശാരീരിക ആവശ്യങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആളുകൾ, അവർക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു അവകാശത്തിന് ഇതിലൊക്കെ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതൊരു ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലവും സമയവും, അല്ലെ, സാഹചര്യങ്ങളും നോക്കുമ്പം അത്രയധികം ഫിത്നകൾ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും സ്ത്രീകള് ഒരു പക്ഷേ കുട്ടികൾ ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ കുട്ടികൾ ചെറുതാവുമ്പോഴായിക്കോട്ടെ, ഇനി വലുതായാലായിക്കോട്ടെ, സ്ത്രീകൾ കുറച്ചും കൂടി ഇമോഷണൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ജീവികളല്ല, ഇമോഷണൽ ജീവികളാണ്, അല്ലെ. അപ്പം നമുക്ക് കൂടുതൽ ഇമോഷൻസ് ആണ് നമുക്ക് തൃപ്തി തരാം. അപ്പൊ കുട്ടികൾ ഉണ്ടാവുമ്പം അവരെ നോക്കലും, അല്ലെ, ആ ഒരു തൃപ്തികളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിലേക്ക്, അങ്ങനെയുള്ള മറ്റ് ഇൻട്രസ്റ്റുകളിലേക്ക് നമ്മൾ ഫോക്കസ് മാറുമ്പോൾ പുരുഷന്മാര് അപ്പോഴും അവര് സുബ്ഹാനല്ലാഹ് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ തൃപ്തി തരുന്ന കാര്യങ്ങളിലേക്കും അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുമ്പോൾ പുരുഷന്മാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറാതെ വരുന്ന സാഹചര്യം വരുമ്പം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ഹറാമിലേക്ക് അത്രയും വിളികൾ പുറത്തുള്ളപ്പം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ത്രീകൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭർത്താക്കന്മാര് തെറ്റായ ഹറാമായ മാർഗങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ തള്ളിവിടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളാകരുത്. ഇന്നത്തെ കാലത്ത് പോർണോഗ്രാഫിയും, അല്ലെ, അതുപോലെ ഇല്ലിസിറ്റ്, അതായത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതായത് ദാമ്പത്യ ബന്ധത്തിന് പുറമേയുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും അങ്ങനെയൊക്കെ വളരെ കോമൺ ആയിട്ടില്ലേ, നമ്മൾ വളരെ എന്താ പറയാ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫാമിലികൾക്കകത്ത് പോലും ഇത്തരം കാര്യങ്ങൾ ഭയങ്കര കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് കാരണം നമ്മൾ ഭാര്യമാരായി തീരരുത്. മാത്രമല്ല അതൊരു ദുൽമാണ് അവർക്കെതിരെ നമ്മൾ ചെയ്യുന്ന, അവരുടെ അവരുടെ ശാരീരിക ആവശ്യങ്ങളെ നമ്മൾ വകവെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ. കാരണം നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു ആവശ്യം ഇത് തന്നെയാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് അത് മനസ്സിലാവാത്തതാണ് പ്രശ്നം. അവരുടെ ആവശ്യങ്ങൾ, ഓക്കെ, അവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അത് ഭയങ്കര സിവിയർ ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്.
എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഇനി അവര് വേറെ സ്ത്രീകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആവുമ്പോഴും അവരെ കുറ്റപ്പെടുത്തുക ആണ് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നത്. അവരിൽ അതൊരു മോശമായിട്ട് കാണാന്നുള്ളതാണ്. കാരണം അവരുടെ ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. അപ്പം ആ കാര്യത്തെക്കുറിച്ച് ശരിക്കും ബോധവാന്മാരായിരിക്കുക. ഒരേ കിടപ്പറയിൽ മാറി കിടക്കുന്നവരും വേറെ വേറെ റൂമുകളിൽ കിടക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു ദുൽമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായ ഭാഷയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ. ഈ ഫലാ തഅതദൂഹ എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാ അല്ലെ. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുദ്ദാലിമൂൻ. അവര് ളാലിമീങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അവർക്ക് ആവശ്യമുണ്ടായിട്ടും സാഹചര്യം ഉണ്ടായിട്ടും നമ്മളത് നിറവേറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ സ്ത്രീകൾ നന്ദി കെട്ടവരാണ് അല്ലെ. അത് എന്താ പറയാ, അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളിപ്പോ എന്താ ചെയ്തേ ഒരു മോഡാണ് നമ്മളെല്ലാവരും. സുബ്ഹാനല്ലാഹ് അത് വേറൊരു ദുൽമാണ് നമ്മുടെ സൈഡിൽ നിന്ന് സാധാരണയായിട്ട് വരുന്ന. ഓക്കെ, ഇതൊന്നും ഒരാളെയോ രണ്ടാളെയോ ഉദ്ദേശിച്ച് പറയുന്നല്ല. നമ്മൾ പൊതുവെ നമ്മളുടെ കോമൺ ആയിട്ട് നമ്മൾ പുരുഷന്മാരോട് ചെയ്യുന്ന ദുൽമകളാണ് ഇവിടെ എടുത്തു പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ചിലരുടെ കേസിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളും ഉണ്ടാവാം. ജസ്റ്റ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ട് തരാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്തു ദുൽമാണ് നമ്മൾ ഭർത്താവിനെതിരെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കെതിരെ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് 12 ആയത്തുകളിൽ നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ. ഓരോരുത്തരുടെയും അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റത്തെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭർത്താക്കന്മാര് വളരെ രാവും പകലും ഇല്ലാണ്ട് രാവിലെ പോയി വൈകുന്നേരം വരെയൊക്കെ അധ്വാനിച്ച് വീട്ടിലേക്ക് അവർ പല ടെൻഷൻസും കൊണ്ടായിരിക്കും കയറി വരുന്നത്. പല കാര്യങ്ങളും അവരുടെ തലയിൽ ഉണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം കയറി വരുമ്പോ തന്നെ എവിടെ ആയിരുന്നു ഇത്രയും നേരം, അത് ചെയ്യാൻ പറഞ്ഞില്ലേ, ഇത് ചെയ്യാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് അങ്ങനെ ആക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്കിയില്ലല്ലോ, ഒന്നും പറഞ്ഞാൽ നടക്കൂല, ഒരു കാര്യവും ചെയ്യൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. സംഭവം ശരിയായിരിക്കാം, ഈ പറഞ്ഞതൊക്കെ പെൻഡിങ് ആയിരിക്കാം. അവര് മനുഷ്യന്മാരാണ് അല്ലെ. അവര് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ പുറത്തുപോയി അധ്വാനിക്കുന്നത്, വേറെ എവിടെയും കൊണ്ട് കൊടുക്കാനല്ല. അപ്പം അവരൊരു ഫുൾ ഡേ ഓഫ് വർക്ക് കഴിഞ്ഞ് നമ്മളെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കൂൾനെസ് ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു തണുപ്പുണ്ട്. അതല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ദുൽമ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ ഫലാ തഅതദൂഹാല് അതും പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ എഗെയിൻ എല്ലാം ഒന്നും എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിരിക്കില്ല കേട്ടോ. നമ്മൾ പറയുന്ന ഉദാഹരണങ്ങൾ ഇങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ചില ഉദാഹരണങ്ങൾ പറയുന്നു എന്നുള്ള, ഓരോരുത്തരും അവനവന്റെ ജീവിതത്തെ വെച്ചിട്ട് ഇത് ചിന്തിച്ചു നോക്കുക. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഖിയാന, അതായത് ഭർത്താവിന്റെ സമ്പത്ത് അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന ഭാര്യമാര്. ഓക്കെ, അവർക്ക് അവരുടെ ആവശ്യം, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങളോ അല്ലെങ്കിൽ പൈസയോ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങാം. അത് ഭക്ഷണ സാധനമാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അതുപോലെ മറ്റ് ആക്സസറീസ് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരു പക്ഷെ ഉപയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല. പൈസ ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ വാങ്ങിക്കൂട്ടുന്ന, വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പൈസ ഉണ്ടാക്കാനും അവരത്രയും സമയവും അധ്വാനവും ആരോഗ്യവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ പല സന്തോഷങ്ങളും അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ അവരെന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ടെൻഷൻസ്, എത്രയും ആളുകളെ ഫേസ് ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് അവരത് കൊണ്ടുവന്ന് തരുന്നത്. അപ്പൊ നമ്മൾ വേസ്റ്റ് ചെയ്യാന്നുള്ളതും അവരുണ്ടാക്കി നമുക്ക് തരുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തരുന്ന സമ്പാദ്യം, പൈസ വേസ്റ്റ് ചെയ്യാന്നുള്ളതും ഒരു ദുൽമ തന്നെയാണ് അവരോട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അവരെ ബാക്ക് ബൈറ്റ് ചെയ്യുക, അവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാം അവരില്ലാത്ത സാഹചര്യത്തിൽ. അതായത് ശരിയായ അവരെ കുറിച്ച് സത്യമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ തെറ്റായിട്ടുള്ള കാര്യമായിക്കോട്ടെ. കാരണം ബുഹ്താനും ഗൈബത്തും അല്ലെ, സത്യം പറഞ്ഞാലും അവർ ഇല്ലാത്തത് പറഞ്ഞാലും രണ്ടും എന്താണ്, ഇത് പരദൂഷണത്തിൽ തന്നെയാണ് പെടുക അല്ലെ. അത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, കസിൻസിനോട്, മറ്റ് നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരോട്, അങ്ങനെ പലരിടത്തും നമ്മളെ ഭർത്താക്കന്മാരെ കുറിച്ച് മോശമായിട്ട് മൂപ്പര് അങ്ങനെയാണ്, മൂപ്പര് ഇങ്ങനെയാണ്, മൂപ്പര് അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും ഗൈബത്ത്. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിയാണെങ്കിലും ബുഹ്താനും ഗൈബത്തും ഒക്കെ എന്താണ്, മൂപ്പരോട് ചെയ്യുന്ന ദുൽമ തന്നെയാണ്. കാരണം നമ്മളെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവരൊരു മുഹ്സിനാണ്. അവർ പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പെർഫെക്റ്റ് ക്വാളിറ്റീസും അവരുടെ അടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവർ മുഹ്സിനാണ്. കാരണം നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം അവരെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞു നടക്കുക, ഞാൻ വീണ്ടും പറയണ, അതുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അത് അവരോട് ചെയ്യുന്ന ദുൽമാണ്. ആ ദുൽമും അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വാൺ ചെയ്തിട്ടുണ്ട് നമ്മളെ.
ഓക്കെ. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിന്തിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് സഹായം തേടുക, അത് നിർത്താൻ വേണ്ടിയിട്ട് തൗബ ചെയ്ത് മടങ്ങുക. ആ ഒരു പ്രത്യേക കാര്യം എന്തെന്നെയാണെങ്കിലും അത് നിർത്താൻ എങ്ങനെയാ നിർത്തേണ്ടതെന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം വിചാരിച്ചാലൊന്നും നടക്കൂലായിരിക്കും. അങ്ങനെ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ. ഞാൻ പലപ്പോഴും പറയണത് നമ്മളുടെയൊക്കെ വേരിറങ്ങിപ്പോയ കുറെ തിന്മകളുണ്ട്. അതൊന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റൂല. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ടിപ്സും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ അന്വേഷിക്കുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി വീണ്ടും 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 നമ്മൾ ശ്രമിച്ച് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു സമയം വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ നമ്മൾ ആ തിന്മയിൽ നിന്ന് മാറ്റും. ആക്ച്വലി എല്ലാ തെറ്റുകളും നിർത്തുന്നതും എല്ലാ ശരികളും ചെയ്യുന്നതും അള്ളാഹിന്റെ തൗഫീഖോട് കൂടി തന്നെയാണ്. അള്ളാഹിന്റെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ആർക്കും പറ്റൂല. ഓക്കെ. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ശരിക്കും നമുക്ക് ഇങ്ങനെയാ നിയമം അങ്ങനെയാ നിയമം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവായിരുന്നു. ഭയങ്കര എളുപ്പമാണ് അങ്ങനെ പറയാൻ. പക്ഷെ നമുക്കറിയാം നമ്മളെല്ലാം ബേസിക്കലി മനുഷ്യന്മാരാണ്. നമ്മളെല്ലാം പലതും ശ്രമിച്ചിട്ട് നമുക്ക് എത്താൻ പറ്റാത്തവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പൺ ഡിസ്കഷൻസ്, ഡീറ്റെയിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നത്. കാരണം പലരും പല കാര്യങ്ങളിലും പല ലെവലുകളിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും സഹായം ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യും എന്ന് അറിഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കുന്ന പല ലെവലുകളിൽ പല കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ. അപ്പൊ എല്ലാവർക്കും സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അവനവന്റെ ടിപ്സ് ഷെയർ ചെയ്യുന്നത്, റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യുന്നത്, അവനവന്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും അത് മറ്റുള്ളവർക്ക് പ്രയോജനം ആകാറുണ്ട്. ഓക്കെ. അപ്പം എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് ശ്രമിക്കാം. പെട്ടെന്ന് ഒരുപക്ഷെ ചില കാര്യങ്ങൾ നടന്നോളണമെന്നില്ല. കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ശീലിച്ച, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലൊക്കെയുള്ള സ്ത്രീകൾക്ക് ഈ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇത്രയും കാലം, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ, ഇത് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ, ആ ഒരു മോഡൽ ഹസ്ബൻഡുമാരുടെ സംസാരിക്കലും ഭയങ്കര കോമൺ ആണ്. ആ ഒരു നന്ദിയില്ലായ്മ എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് ഇവിടേക്കൊക്കെ അത് കുറച്ച് അധികമാണ് നമ്മുടെ നാട്ടിലൊക്കെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭർത്താക്കന്മാരുടെ ശാരീരിക ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക, അതൊരു വലിയ പ്രശ്നമല്ലാതെ തോന്നുക, അതൊക്കെ എന്താ പറയാ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതും അതിന്റെ ദോഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടും അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടും നമ്മളിൽ പലരും അത് മാറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹിന്റെ അടുത്ത് സഹായത്തിന് തേട്. നമുക്ക് പ്രയാസമായിരിക്കും, പലതും നമുക്ക് മാറ്റം വരുത്താൻ പ്രയാസമായിരിക്കും. അള്ളാഹിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക, ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, ആത്മാർത്ഥമായിട്ട് അതിനാവശ്യമുള്ള ടിപ്സും എൽമും തേട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ സഹായിക്കും, ഉറപ്പായിട്ടും സഹായിക്കും. കാരണം നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം നമ്മുടെ ഇഖ്ലാസ് അള്ളാഹ് കാണും. സുബ്ഹാനല്ലാഹ്. ഇനി ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന ദുൽമകൾ, ഞാൻ അത് ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് മാറ്റമൊന്നും വരുത്താനില്ല അല്ലെ. അപ്പം അവർക്ക് ചിന്തിക്കാൻ വേണ്ടി ജസ്റ്റ് 1-2 പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളൂ. സാമ്പത്തികമായിട്ട് ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം ഭാര്യ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അവൾക്ക് അത്രയും നാൾ ഉണ്ടായിരുന്ന സംരക്ഷണത്തിൽ നിന്നൊക്കെ ഭർത്താവിന് വേണ്ടിയിട്ട് പലതും ഒഴിവാക്കി വരുന്നവരാണ് അല്ലെ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഈവൻ ഭാര്യ ഒരു ജോലിയുള്ളവളാണെങ്കിൽ പോലും, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ജോലിയുള്ളവരാണ് അല്ലെ, അവളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും നിന്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുൽമാണ്. കാരണം അത് അവന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. ഖവ്വാമാണ് അവൻ അല്ലെ, സുബ്ഹാനല്ലാഹ്. സോ അവള് സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഞാൻ ഇന്നലെ പറഞ്ഞു, പലപ്പോഴും ഈ ഈക്വാലിറ്റി എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് ഈ ഭാര്യയുടെ പൈസയും കൂടെ എടുത്ത് ചെലവാക്കുമ്പം അവൾ എന്നെ എങ്ങനെ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു മോഡിലേക്ക് മാറുന്നത് കൊണ്ടാണ്. അവളുടെ പൈസ ഇസ്ലാം അവൾക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്, ഇസ്ലാം അത് അവൾക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അവളുടെ പൈസ അവള് സക്കാത്ത് അവളുടെ മേലെ ബാധ്യതകൾ ഉണ്ടെങ്കിലും അവൾക്ക് ധാരാളമായി അവളുടെ ഇഷ്ടം പോലെ സദഖ ചെയ്യാം. അവളുടെ പൈസ അവളുടേതാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് ഭാര്യയുടെ മേലെ ചെലവഴിക്കുക എന്നുള്ളത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള അവന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അപ്പം ആ രീതിയിൽ അവൻ അവളുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവൻ അവളോട് ചെയ്യുന്ന ഉൽമ തന്നെയാണ്. അവളുടെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആവശ്യങ്ങൾ അത്യാഗ്രഹങ്ങളല്ല, ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവൻ അവളോട് ചെയ്യുന്ന ദുൽമാണ്. അവളുടെ ഫീലിങ്സ്, അവളുടെ ഇഷ്ടങ്ങൾ, അവളുടെ ഇച്ഛകൾ, ഈവൻ ഇതേപോലെ ഭാര്യമാരുടെ ഇച്ഛകൾ നിറവേറ്റാത്ത ഭർത്താക്കന്മാരും ഉണ്ട്. അതിന്റെ പേരിൽ നിരാശരായിട്ടുള്ള ഭാര്യമാരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അവളുടെ ശാരീരികമായ ഇച്ഛകളും അവളുടെ പ്രിഫറൻസസും ഒന്നും കൺസിഡർ ചെയ്യാത്ത ഭർത്താക്കന്മാരും അവളോട് ചെയ്യുന്നത് ദുൽമ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിശക്തമായ സ്വരത്തിൽ വാൺ ചെയ്തിട്ടുമുണ്ട്.
ഓക്കെ. ഇനി അവൾക്ക് ഇപ്പം ചില അവളുടെ പാഷൻസ് ഉണ്ടാവും, ചില കാര്യങ്ങൾ, അതായത് അവളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൾ ചെയ്യുന്ന ചിലപ്പോൾ അവളുടെ ചില പഠനങ്ങളോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഇനി ഇവൻ ജോലിയാണെങ്കിലും ഒരു പാഷന്റെ പേരിൽ അവൾ ചെയ്യുന്ന, അത് വെച്ചാൽ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത ഭർത്താവ് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്ത്രീ. ഓക്കെ. എന്നാലും അവളുടെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി അവൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിനെയൊക്കെ പുച്ഛത്തോടു കൂടി കാണുക, റെസ്പെക്ട് ഇല്ലാതെ കൊടുക്കുക. ഇനി അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവൻ അതിനെ കുറിച്ചൊന്നും അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മട്ടിൽ പോവുക. അതൊക്കെ വെച്ചാൽ അവളെ സംരക്ഷിക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും അവന്റെ ഉത്തരവാദിത്തമാണ്. അവളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അവളുടെ ആരോഗ്യകരമായ സ്ഥിതി കൺസിഡർ ചെയ്യാതെ അവളെ കൊണ്ട് പണികൾ എടുപ്പിക്കുക. കാരണം മനുഷ്യന്മാരാണ് അല്ലെ എല്ലാവരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു എന്താ പറയാ മഅറൂഫായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഉർഫിന് അനുസരിച്ചുള്ള ഡീലിങ്സ് അവൾക്ക് കൊടുക്കാതിരിക്കലും ഒക്കെയും അവളോട് ചെയ്യുന്ന ദുൽമിലും പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അവളെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റിഗാർഡ് ചെയ്യുന്ന, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പുതിയ ഒരു ട്രെൻഡാണ് അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് ഭാര്യനെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പൊ അതൊക്കെ ദുൽമിൽ പെട്ടത് തന്നെയാണ്. ഇനി വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ദുൽമിനെ സപ്പോർട്ട് ചെയ്യലും ദുൽമാണ്. ഓക്കെ. നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുൽമിനെ അറിഞ്ഞോ അറിയാതെ ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യൽ, അതിനെ കണ്ണടക്കലും ദുൽമ തന്നെയാണ്. അപ്പം ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ സഹോദരനും ഭാര്യയും ജീവിക്കുന്നുണ്ട്. സഹോദരൻ ഭാര്യയോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്, അടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, അവൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കുന്നില്ല. ഒരു സഹോദരി എന്നുള്ള നിലയിൽ ഞാൻ വീട്ടിലുണ്ട്, ഞാൻ അത് കാണുന്നുണ്ടെങ്കിൽ എന്റെ നിർബന്ധമായിട്ട് ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അവനെ അതിൽ നിന്ന് തടയുക എന്നുള്ളത്. ഓക്കെ. അവനോട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്, അവനെ അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അവൻ നിർത്തുന്നതും നിർത്താത്തതും അവനും അല്ലാഹു സുബ്ഹാനഹു തആലയും തമ്മിൽ. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്, ആത്മാർത്ഥമായിട്ട് തടയാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതുപോലെ നിങ്ങളൊക്കെയും അതുപോലെയുള്ള പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ. അതുപോലെ അമ്മായിയമ്മ അല്ലെ, ഇപ്പം ഞാൻ ഒരു മകളായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട്, എന്റെ ഉമ്മ എന്റെ സഹോദരന്റെ ഭാര്യ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്നതും അറിയാം. നമ്മളിതൊക്കെ പ്രത്യേകിച്ച് ഇതിനെ വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. അപ്പൊ ഒരു സഹോദരി എന്നുള്ള നിലയിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അത് ഉമ്മയെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യല്, അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല് എന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ദുൽമിനെ സപ്പോർട്ട് ചെയ്യലാണ്, അതും ദുൽമ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിലും കുടുംബങ്ങളിലും ഏതെങ്കിലും ഒരു ഇൻജസ്റ്റിസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കലും അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മാന്യമായ രീതിയിൽ ചെയ്യലും നമ്മളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലെ, നാത്തൂനും ഉള്ള വീട്ടില് വന്നു കയറിയ മരുമകൾ എന്ന് പറയുന്നത്, അവൾ ചിലപ്പോൾ ഗർഭിണിയായിരിക്കും, ചെറിയ കുട്ടികൾ ഉണ്ടാവും, എന്നാലും അവളെ ഡ്യൂട്ടിയാണ് കറക്റ്റ് രാവിലെ ഇന്ന സമയത്താണ് ചിന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞു. എന്നാൽ നാത്തൂൻ ചിലപ്പോൾ വീട്ടിൽ അല്ലെ രാത്രി 11 മണിക്കൊക്കെ എണീറ്റ് ടിവിന്റെ മുമ്പിൽ ചാനൽ മാറ്റിയിരിക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ശരിക്കും ദുൽമ തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കണ്ണിന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാന്യമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം, സംസാരിക്കണം. പിന്നെ എഗെയിൻ ഞാൻ പറയണേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞു കൊടുക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കലും ആണ് നമ്മളുടെ ഉത്തരവാദിത്വം. ചെയ്യുന്നതും ചെയ്യാത്തതും അത് അവരുടെ ഇടയിലാണ്. ഓക്കെ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാർക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, റെസ്പെക്ട് കൊടുക്കാതെ അവരെ പുച്ഛിച്ച് കാണുക, അതും ദുൽമാണ്. അതേപോലെ തിരിച്ചു. ഓക്കെ. ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളെ പോലും റെസ്പെക്ട് ചെയ്യലും കൺസിഡർ ചെയ്യലും ഒക്കെ അവരുടെ ഉത്തരവാദിത്വം. കാരണം പൊതുവെ നമ്മളെ നാട്ടിൽ ഒരു സൈഡിലേക്ക് പറയാറുള്ളൂ അല്ലെ, അവന്റെ വീട്ടുകാർ, അത് ഓരോ നാട്ടിൽ ഓരോ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരെ റെസ്പെക്ട് ചെയ്യണം, എന്തൊക്കെയോ മലമറിക്കണം എന്ന്. പക്ഷെ തിരിച്ച് അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയുണ്ട്, അതും ദുൽമ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഇതൊന്നും പോരാ, നമ്മുടെ വീട്ടില് നമ്മുടെ ഉമ്മയും ഉപ്പയും ഉണ്ട്. ഓക്കെ. അവര് പരസ്പരം ദുൽമ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ആ ദുൽമിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പാടില്ല. നമ്മളെ സംസാരിക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ അഡൽട്സ് ആണ് അല്ലെ, മുതിർന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമ നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് അത് മോശപ്പെട്ട കാര്യമാണ്, ദുൽമാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് തിരുത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഉമ്മ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉമ്മ അനീതിയോടെ കൂടി ഉപ്പയുടെ അടുത്ത് പെരുമാറുന്ന, ഒക്കെ എപ്പോഴും ഒച്ചയും വിളിയും ഉണ്ടാക്കുന്ന, ഉപ്പക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉമ്മ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേപോലെ ഉമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന, ചീത്ത പറയുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. വീണ്ടും പറയാണ്, തിരുത്തല് അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഓക്കെ. ആരാണോ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
ആരാണ് മോശമായിട്ട് ചെയ്യുന്നത് അവരെ നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. അത്തരത്തിലുള്ള എന്തൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് ദുൽമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യലും ദുൽമ തന്നെയാണ്. ഓക്കെ, നമ്മൾ പൊതുവെ നമ്മൾ സേഫ് ഗെയിമേ കളിക്കാറുള്ളൂ അല്ലെ. ആർക്കും എന്തിനാ വെറുതെ ഓരോ പിണക്കിയിട്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. ശരിക്കും അതൊക്കെ ആ ഒരു സമയത്തുള്ള ഒരു പ്രയാസമേ ഉണ്ടാവുള്ളൂ. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു എന്താണ്, മരത്തിന്റെ മുകളിൽ കിളി വന്ന് ഇരിക്കുമ്പോഴും കുലുങ്ങും, കിളി എഴുന്നേറ്റ് പോകുമ്പോഴും കുലുങ്ങും. അങ്ങനെ കുലുങ്ങുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഫസയക്ഫീകഹുമുല്ലാഹ്. നമുക്ക് അള്ളാഹു മതി അല്ലെ. അള്ളാഹു നമുക്ക് കാഫിയാണ്. അപ്പം തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ സ്റ്റാൻഡപ്പ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ദുൽമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് അല്ലെ, ദുൽമ നിങ്ങൾ ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പേടിക്കും, അള്ളാഹ് ഓരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് പിന്നെ പ്രശ്നമാവല്ലോ എന്ന്. റബ്ബിന്റെ അടുത്ത് ഹെൽപ്പ് തേടിക്കൊണ്ട് ചെയ്യുക. അള്ളാഹു അത് ആ സിറ്റുവേഷൻ എളുപ്പാക്കി തരുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി വേറൊരു ഫോം ഓഫ് ദുൽമാണ്. ഇപ്പം പെൺകുട്ടികൾ, ഓക്കെ, അവർക്ക് ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്. സ്വാഭാവികമാണ് അല്ലെ. കാരണം ഈവൻ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ആവുമ്പം അവരൊന്നിച്ച് ജീവിക്കുന്നവരാണ്. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അടിപിടി ഉണ്ടാവും, കച്ചറ ഉണ്ടാവും, വാക്തർക്കം ഉണ്ടാവും. സ്വാഭാവികമാണ് അല്ലെ. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുന്ന പറഞ്ഞ പോലെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ സുബ്ഹാനല്ലാഹ് അവളുടെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അപ്പം അവളെ വീട്ടിലേക്ക് എത്തിക്കാന്നുള്ളത് ഒരു ആവശ്യമുള്ള സാഹചര്യത്തിൽ എത്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പറഞ്ഞ്, പിന്നെ ഈ ഫാമിലിക്ക് ആണെങ്കിൽ അവളെന്ന് വെച്ചാൽ അവരുടെ ലോകമായിരിക്കും അല്ലെ. അപ്പൊ അവളെ ആ രീതിയിൽ അവരങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കളയും. അങ്ങനെ അവരപ്രകാരം ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പല വിവാഹ ബന്ധങ്ങളും ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻസ്. അതേപോലെ തിരിച്ചും ഭർത്താവ്, ചെക്കൻ എന്ന് പറയുന്നത് ആ വീട്ടിലെ ഓമനക്കുട്ടി ആയിരിക്കും. അപ്പം അവൻ അവളെന്തെങ്കിലും ഒന്ന് തുറച്ചു നോക്കിയാൽ പോലും വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവുന്നതും വീട്ടുകാർ കയറി ഇടപെടുന്നത്. അവര് തമ്മിലുള്ളത് അവര് തമ്മിൽ തീർക്കട്ടെ. അപ്പം ആരാണെങ്കിലും, ഇപ്പൊ ഇവിടെ കല്യാണം കഴിയാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഉടനെയുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. പരമാവധി അങ്ങനെ തീർക്കാൻ ശ്രമിക്കുക. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവും, വഴക്കുണ്ടാവും. നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അവർ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്മാരെ അങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളെ ഓരോരുത്തരെയും വേറെ വെറൈറ്റീസ് ആയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മനുഷ്യന്മാരുടെ മൂഡുകൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. ദേഷ്യം വരും, വിഷമം വരും. ചിലപ്പം വേറെ പല ടെൻഷൻസും നമ്മൾ ഭാര്യമാരുടെ അടുത്തായിരിക്കും ഭർത്താക്കന്മാരെ തീർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതൊക്കെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നു. അതിനകത്ത് എല്ലാം വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അത് വലിയ കൂടുതൽ പ്രശ്നമാവുള്ളൂ. ഓക്കെ, അപ്പം പറ്റുന്നതും നമ്മളെ പ്രശ്നങ്ങൾ നമ്മളുടെ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. പക്ഷെ അതൊരു ഒപ്രഷന്റെ ലെവലിലേക്ക്, ശാരീരികമായ അബ്യൂസിന്റെ അടിയിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്തുള്ളവർ ഉൾപ്പെടണം. നമുക്ക് പുറത്തുള്ളവരുടെ സഹായം വേണം. ഓക്കെ, ആ ലെവലിൽ ഒരു സീക്രസിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചെറിയ വഴക്കുകളും ചെറിയ പ്രശ്നങ്ങളും, ഭർത്താവ് പെട്ടെന്ന് ജോലി സ്ഥലത്തുനിന്ന് വന്ന് ദേഷ്യപ്പെട്ടെങ്കിൽ, കാരണം മൂപ്പര് ടെൻഷൻ ആയിരിക്കും, അത് ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് മൂപ്പര് കാമാകുമ്പോൾ കൂളാകുമ്പോൾ സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അവ കഴിയുന്നത്, പ്രത്യേകിച്ച് ചെറിയ മക്കളുടെ അടുത്ത് പറയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഉടനെയുള്ള മക്കളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബെഡ്റൂമിനകത്തുനിന്ന് പുറത്തേക്ക് അതിനെ പോകാതിരിക്കാൻ ശ്രമിക്കുക. ആ ലെവലിൽ ഒരു കോൺഫിഡൻസ്, ആ ഒരു ലെവലിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവണം. അതിന് ലജ്ജിക്കുകയോ മടിക്കുകയോ ഈഗോ വരെ ഒന്നും ആവശ്യമില്ല. ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, കേൾക്കുക എന്നുള്ളതും സംസാരിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് നമ്മൾ സാറ്റർഡേസ് നടക്കുന്ന ഫാമിലി സീരീസ് ഉണ്ടല്ലോ അല്ലെ, അതിനകത്ത് ഇതൊരു വലിയ വിഷയമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഭയങ്കര ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മളൊക്കെ പലരും കേൾക്കുന്നവരും സംസാരിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ കേൾവികളിലും സംസാരങ്ങളിലൊക്കെ ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് മെല്ലെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഹൃദയത്തിൽ മൂപ്പര് എന്തെങ്കിലും പറഞ്ഞ വെറുപ്പും കൊണ്ട് നടക്കുക, എന്നിട്ട് ആ വെറുപ്പ് അതിന്റെ മേലെ വീണ്ടും വെറുപ്പാക്കുന്നതിനേക്കാളും ഓരോ കാര്യങ്ങളും അത് ഈ പറഞ്ഞ പോലെ സംസാരിച്ച് തീർക്കാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ എപ്പോഴും അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പം ചിലരൊക്കെ വിചാരിക്കണം സംസാരിച്ച് തീർക്കാന്ന് പറയാൻ എളുപ്പം, അതിന് മൂപ്പര് ഇരുന്ന് തരണ്ടേ അല്ലേ. ചിലപ്പോൾ മൂപ്പര് ഇരുന്ന് തരൂല. ചിലപ്പോൾ സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മൂപ്പര് ഭയങ്കര മോശമായിട്ട് പ്രതികരിക്കും. അള്ളാഹിന്റെ സഹായം തേടുക. പോകെ എല്ലാം അള്ളാഹിന്റെ നിയമങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. അള്ളാഹുവിന്റെ ഖദർ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, ഹൈറാണ്.
അപ്പോൾ അടി ഉണ്ടാക്കി, കച്ചറ ഉണ്ടാക്കി, എല്ലാം കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞിട്ടാണ് അത് പിരിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം സംസാരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴേക്ക് നമ്മളെ കയ്യിൽ നിന്ന് സംസാരം പോയിട്ടുണ്ടാവും, മറ്റുള്ളവരെ കയറി ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പം അത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് ഈ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളും വീട്ടിൽ പറഞ്ഞ് വീട്ടുകാർ കയറി ഇടപെട്ടിട്ട് ഒരു അന്യായമായ രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്നു. അപ്പൊ പെണ്ണിന് ഉപ്പ പറയാം, ഇവിടെ ഞാൻ അങ്ങോട്ട് അയക്കണമെങ്കിൽ നീ ഇത് ചെയ്യണം, അത് ചെയ്യണം. ചിലപ്പോൾ ഇതും അതൊന്നും അവന്റെ കപ്പാസിറ്റിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അന്യായമായ രീതിയിലുള്ള ഒരു ഡിമാൻഡ് പോകുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിന് അത് ബാധിക്കാണ്. എന്നാൽ ന്യായമായ രീതിയിലുള്ള ആ ഒരു സപ്പോർട്ട് കൊടുക്കുകയും വേണം. കാരണം എന്തെങ്കിലും ചെയ്തോട്ടെ, എന്താക്കിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷനൊക്കെ ഉള്ള സാധ്യത കൂടുതലുമാണ്. അപ്പം ആ ഒരു ബാലൻസ് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുക. പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഭയങ്കര സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് പിന്നെ അത് വലിയ പ്രശ്നമായി മാറുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ പറയുമ്പോൾ വീട്ടുകാരെ വിഷമിക്കുന്നതും വീട്ടുകാർ ഇൻവോൾവ് ചെയ്യുന്നതുമുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിവുള്ള ആളുകളുടെ അടുത്തൊന്നും അഭിപ്രായം എടുക്കാൻ മടിക്കണ്ട. ഓക്കെ, നിങ്ങളുടെ പരിചയത്തിലുള്ള അറിവുള്ള ആളുകൾ, ഇസ്ലാമികമായിട്ടുള്ള വിവരമുള്ള ആളുകൾ, കഴിയുന്നതും ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഇവൻ നിങ്ങളൊരു കൗൺസിലറെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഇസ്ലാമിക് നോളജ് ഉള്ള ആൾക്കാരെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെയർ ആയിരിക്കും. അവരുടെ അടുത്തൊന്നും ഉപദേശം സീക്ക് ചെയ്യുക. കാരണം അവർക്ക് ആവുമ്പോൾ ഇമ്പാർഷ്യലായിട്ട്, അതായത് രണ്ട് ഭാഗത്തെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലാത്ത ഒരു ഇൽമ തരാൻ പറ്റും. അതിനനുസരിച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു പല സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ആവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ എല്ലാവർക്കും. ആമീൻ. അപ്പം ഈ ഒരു ആയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അല്ലെ. ഏറ്റവും ആദ്യം ഒരു വിവാഹ ബന്ധത്തിനെ ബ്രേക്ക് ചെയ്യുന്നതിലുള്ള അനുവദനീയത അല്ലെ, എവിടെ അതിനൊരു ആവശ്യമുണ്ടോ. അനുവദനീയ മാത്രമല്ല, അതിന് ഒരു ബ്യൂട്ടി ഉണ്ട് അല്ലെ. അത് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന ഒരു കയറിങ്ങനെ കെട്ട് ഊരുമ്പോൾ രണ്ട് പീസ് കയറിനും ഒരു പ്രശ്നവും ഇല്ലാതെ പോകാൻ പറ്റുന്നതും, അതിന് നമ്മൾ കെട്ട് പൊട്ടിക്കുമ്പോൾ വരുന്ന ആ ഒരു സ്കാസും മുറിവുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതിലെ ആ ഒരു അനുവദനീയതയും ആവശ്യം വരുമ്പം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ ഈ ആയത്തിൽ കണ്ടു അല്ലെ. പുരുഷന്മാർക്ക് ത്വലാഖ് കൊടുക്കാം, സ്ത്രീകൾക്ക് ഖുലാ എടുക്കാം അല്ലെ. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ ഇങ്ങനെയൊക്കെ അനുവദനീയത ഉണ്ടെങ്കിലും നമ്മൾ ഈ ഖുലാനെയും ത്വലാഖിനെയും ഒന്നും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഭർത്താവ് നോക്കിക്കോ, എനിക്ക് നിന്നെ ത്വലാഖ് ചെയ്യാം, ഞാൻ ഏത് നിമിഷം നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്ത് പ്രശ്നം വരുമ്പോഴും, അവൻ ഇത്തിരി അപ്സെറ്റ് ആവുമ്പോഴും, അവൻ ഇത്തിരി ദേഷ്യം വരുമ്പോഴൊക്കെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആക്കി ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും, അധികം കളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടേ ആക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട്, ത്വലാഖ് എന്നുള്ള വാക്ക് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ത്വലാഖിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സുബ്ഹാനല്ലാഹ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഹൃദയത്തിന് മുറിവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലുമാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ പോയി കളയും, അല്ലെങ്കിൽ നിങ്ങൾ തലാക്ക് ചൊല്ലി ഞാനൊന്ന് കാണട്ടെ, ആ ഒരു മോഡില് പറഞ്ഞ് എന്തിനാ വെറുതെ നമ്മൾ നമ്മുടെ തലയിൽ ട്രബിൾ എടുത്ത് വാങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പേരിൽ അതിനെ അബ്യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ദീനിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരെ എന്തിലാന്നറിയോ, എന്തൊരു അനുവദനീയമായ കാര്യങ്ങളും അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ്. ഇബ്ലീസ് അതിനു വേണ്ടി നല്ലപോലെ ശ്രമിക്കുകയും ചെയ്യും. അത് ഭാര്യ ഭർത്താവിന്റെ ബന്ധത്തിനിടയിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അള്ളാഹു അനുവദിച്ച കാര്യങ്ങളെ ഇത് അനുവദിച്ചതാണല്ലോ എന്ന് വെച്ചിട്ട് അതിൽ എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ആ വരകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ആയത്തിൽ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ത്വലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒക്കേഷനിൽ ഒരു പ്രാവശ്യമാണ്. ഓക്കെ, ഒരേ ഒക്കേഷനിൽ തന്നെ, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ 2021 ഒരു ഇൻസ്റ്റൻസിലൊക്കെ ഒരു സമയത്ത് 2 ത്വലാഖ് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒന്നായിട്ടേ കണക്കാക്കുള്ളൂ. അത്വലാഖു മറത്താനി, മറ ബഅദ മറ, ഒരു പ്രാവശ്യം ഒരു ഡിവോഴ്സ്, ഒരു ത്വലാഖ്, അടുത്ത പ്രാവശ്യം അടുത്ത ത്വലാഖ്. അപ്പൊ ഒരു ഭർത്താവ് ഭയങ്കര ചൂടില് ഭാര്യനോട് പറയാ, ഞാൻ നിന്നെ 3 പ്രാവശ്യം ത്വലാഖ് ത്വലാഖ് ത്വലാഖ്. സുബ്ഹാനല്ലാഹ്. മൂപ്പര് തസ്ബീഹ് പോലെ അത് അങ്ങനെ ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ മൂപ്പര് അത് എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അത് 1000 ത്വലാഖായിട്ട് കണക്കാക്കുവോ? ഇല്ല. 3 ത്വലാഖായിട്ട് കണക്കാക്കുവോ? ഇല്ല. 2 കണക്കാക്കുവോ? ഇല്ല. ഒരു സമയം എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരു ത്വലാഖാണ്. അത്വലാഖു മറത്താനി. ഓക്കെ, അപ്പം 2 ഡിഫറെന്റ് സാഹചര്യങ്ങളിൽ ത്വലാഖ് പറഞ്ഞാലാണ് അതിനെ 2 കണക്കാക്കുന്നത്. വളരെ കോമൺ ആണ് നമ്മളുടെ ഇടയിൽ അല്ലെ, 3 പ്രാവശ്യം ത്വലാഖ് പറയല്, അല്ലെങ്കിൽ 3 പ്രാവശ്യം എഴുതി അയക്കല്. സുബ്ഹാനല്ലാഹ്. അവർ വിചാരം അതോടുകൂടി അത് കഴിഞ്ഞു എന്നാണ്. ഇവൻ എഴുത്താണെങ്കിലും മൂന്ന് പേപ്പർ ഒരേ സമയത്ത് അയച്ചു കഴിഞ്ഞാൽ അതിന് 3 ത്വലാഖായിട്ടൊന്നും കണക്കാക്കൂല. ഓക്കെ,
തൊലാഖ് എന്ന് പറയുന്നത് ഒരു സമയത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് ഒരൊറ്റ തൊലാഖാണ്. എന്നിട്ട് അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അത് രണ്ടാമത്തതാവുന്നുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ തൊലാഖും കൂടെ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 തൊലാഖായിട്ട് കണക്കാക്കുമോ എന്നുള്ള കാര്യത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. പണ്ഡിതന്മാർ പറയുന്നത് ഒരാള് 3 തൊലാഖും ഒരൊറ്റ സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റ തൊലാഖായിട്ടേ കണക്കാക്കുള്ളൂ. അവൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും, 3 10 പ്രാവശ്യം പറഞ്ഞാലും അതിന് ഒരു തൊലാഖായിട്ടേ കണക്കാക്കുള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത്വലാഖു മറത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ ചെയ്യുന്നതിന്, അതായത് ഒറ്റ പ്രാവശ്യം 3 തലാഖും ചൊല്ലി അത് തീർത്തു കളയുന്നതിന് ഖുർആനെ കൊണ്ട് അല്ല ഖുർആനെ പരിഹസിക്കുന്നതിനോട് അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് ഗെയിം കളിക്കുന്നതിനോടാണ് തുല്യമാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പല പണ്ഡിതന്മാരും ഇതിനെ ഇത്തരത്തിലുള്ള തൊലാഖിനെ, അതായത് 3 തൊലാഖ് ഒറ്റ സിറ്റുവേഷനിൽ ചെയ്യുന്നതിന് തൊലാഖൽ ബിദ്അ എന്നും പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. നസായിയിൽ വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ മഹ്മൂദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ഒരു ആള് അയാളുടെ ഭാര്യയെ 3 പ്രാവശ്യം ഒറ്റയടിക്ക് 3 തലാഖ് ചൊല്ലിയ കാര്യം പറയണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യത്തോട് കൂടി എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, അയുൽ അബുബി കിതാബില്ലാഹി വ അന ബൈന അദ്ഹുരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉള്ളപ്പോൾ നിങ്ങൾ കിതാബ് കൊണ്ട് കളിക്കുകയാണോ, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? അയുൽ അബുബി കിതാബില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് കളിക്കുകയാണോ? അപ്പം അത്തരത്തിൽ 3 തൊലാഖ് ഒറ്റ സിറ്റുവേഷനിൽ ചെയ്യുന്നത് വാലിഡ് ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെടില്ലായിരുന്നു, അല്ലെ? ദേഷ്യപ്പെടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയാണ് അതിന്റെ രണ്ടാമത്തെ അഭിപ്രായം വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ സംഭവം ആളുകൾ 3 തലാഖേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം ഈ 3ഉം ഒന്നിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആൾക്കാർ വേഗം തൊലാഖ് 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 എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് 3ഉം 2ഉം 3ഉം ചൊല്ലിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴത്തെ കാലത്തും ഉണ്ട് അതല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രയാസമാണ്, ഈ ഒരു വാക്ക് കേൾക്കുക എന്നുള്ളതിൽ ഭയങ്കര പ്രയാസമാണ്. അതിലൂടെ കടന്നുപോയവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ഒരു ബുള്ളറ്റിന്റെ പിന്നാലെ ഒരു ബുള്ളറ്റ് വന്ന് നമ്മളെ നെഞ്ചത്ത് ഇടിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ 3 അതായത് 3 തലാഖ് ഒറ്റ സമയത്ത് പറഞ്ഞാലും അത് ഒന്നായിട്ടേ കണക്കാക്കുള്ളെങ്കിലും അത് ഭയങ്കര പ്രയാസമായിട്ട് മാറുന്ന ഒരു സാഹചര്യം. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന കാലത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്തൊക്കെയും ഈ പറഞ്ഞതുപോലെ 3 തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സമയത്ത് 3 തലാഖ് ചൊല്ലിയാലും അതിനൊരു തലാഖായിട്ട് കണക്കാക്കുള്ളായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഇപ്രകാരം ആണുങ്ങൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ തൊലാഖ് മറത്താൻ, അതായത് 3 തൊലാഖേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ തൊലാഖ് 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 എന്ന് പറഞ്ഞിട്ട് അതിനങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇതിന് അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. അവർ ഇതുകൊണ്ടൊന്നും അനുഭവിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് അവർ അറിയണം. ആൾക്കാർ വളരെ ധൃതി പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് തലാഖ് ചൊല്ലി കളയുന്നുണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹം 3 തലാഖിന്, അതായത് ഒരേ സിറ്റുവേഷനിൽ 3 തലാഖ് പറഞ്ഞാലും അതിനെ 3 തലാഖായിട്ട് കണക്കാക്കി ഫൈനൽ തലാഖ് ആക്കുന്ന രീതിയിൽ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഓക്കെ 3 പ്രാവശ്യം 3 തലാഖ് ഒറ്റ സിറ്റുവേഷനിൽ കൊടുത്തു കഴിഞ്ഞാലും അതിനെ 3 തലാഖായിട്ട് കൺസിഡർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട്, അതായത് തലാഖൽ ബാഇൻ ആയിട്ട് കണക്കാക്കാൻ തുടങ്ങി. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ നിയമമാണത്, അല്ലാതെ അത് ഇസ്ലാമിന്റെ നിയമമല്ല. ഓക്കെ, ഇസ്ലാമിന്റെ നിയമമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് ഉണ്ടായിരുന്ന നിയമമാണ്. അങ്ങനെയാണ് ഇതും ഓക്കെ ആണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമികമായ നിയമപ്രകാരം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഒരേ സമയത്ത് 3 തലാഖ് ചൊല്ലിയാലും അതിനെ ഒരു തലാഖായിട്ടേ കണക്കാക്കുള്ളൂ. ഇനി വേറൊരു കാര്യം നമ്മൾ ഈ ആയത്തിൽ പഠിച്ചതെന്ന് വെച്ചാൽ തൊലാഖ് മറത്താനി നമ്മൾ പറഞ്ഞല്ലോ, അതായത് 2 പ്രാവശ്യം അല്ലെ, 2 സിറ്റുവേഷനിലായിട്ട് തൊലാഖ് ചൊല്ലാം. പക്ഷെ ഈ 2 സിറ്റുവേഷനിലായിട്ട് തൊലാഖ് ചൊല്ലുമ്പോഴും ഈ ഓരോ തൊലാഖിനും ഒരു ഇദ്ദയുണ്ട്. ഓക്കെ, ഫസ്റ്റ് തൊലാഖിന് ഒരു ഇദ്ദയുണ്ട്, രണ്ടാമത്തെ തൊലാഖിന് ഒരു ഇദ്ദയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തൊലാഖ് കഴിഞ്ഞിട്ടുള്ള ഇദ്ദയുടെ സമയത്ത് അവള് വീണ്ടും തൊലാഖ് ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമുക്കറിയാം തൊലാഖിന്റെ ഇദ്ദ എന്ന് പറയുന്നത് 3 മെൻസ്ട്രേഷൻ പീരീഡ്, 3 പീരീഡ്സിന്റെ കാലമാണ്. അപ്പം അവര് 3 മാസം അല്ല 3 പീരീഡ്സിന്റെ കാലം അങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലെ. അപ്പം ഈ ഒരു ഭർത്താവ് ഭാര്യ ഒരു തലാഖ് ചൊല്ലി, അവള് പീരീഡ്സിലാണ്,
അപ്പൊ പീരീഡ്സിലായിക്കൊണ്ട്, കാരണം പീരീഡ്സിലായ അല്ലെ ഒന്നാമത്തെ തൊലാഖ് കഴിഞ്ഞാലും അവളുടെ ഇദ്ദ എവിടെയാണ്? അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഇസ്ലാമികമായ നിയമമാണ് ഞാൻ പറയുന്നത്. അവളുടെ ഭർത്താവിന്റെ വീട്ടിലാണ്. അപ്പം അവര് തമ്മിൽ ഈ ഇദ്ദയിലായിരിക്കുമ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി, ഫൈറ്റ് ഉണ്ടായി. അപ്പൊ ഭർത്താവ് പറയാണ് തൊലാഖ്. അതിനെ രണ്ടാമത്തെ തൊലാഖായിട്ട് കണക്കാക്കുവോ? എന്നിട്ട് വീണ്ടും അവൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്യണോ? ഇല്ല. അവള് യുദ്ധയിലായിരിക്കുമ്പം അവളെ തൊലാഖ് ചൊല്ലാൻ പറ്റില്ല. ഓക്കെ, അതിന് ആ പറഞ്ഞ തൊലാഖിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അതിന് വാലിഡിറ്റിയും ഇല്ല. അത് ഒരു ബുൽമാണ്. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അവൻ ചെയ്യുന്ന ഒരു ബുൽമ് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അവൻ അതിന് അള്ളാഹുവിനോട് ആൻസറബിൾ ആയിരിക്കും. അള്ളാഹുവിനോട് ചോദ്യം ചെയ്യും. അതൊരു വലിയ തിന്മയാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് തൊലാഖിന്റെ ഇടയിൽ, അതായത് ഓരോ തൊലാഖ് കഴിയുമ്പോഴും ഒരു ഇദ്ദയുണ്ട്. ഇദ്ദയിൽ ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യ ജീവിക്കുക. ആ സമയത്ത്, ആ ഇദ്ദയുടെ സമയത്ത് വീണ്ടും തൊലാഖ് ചെയ്യാൻ പാടില്ല. ഇനി ഈ ഒരു ആയത്തിലുള്ള മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നത് ഖുൽഅന്റെ കാര്യം. ഓക്കെ, ഒരു സ്ത്രീ ഖുൽആയിട്ട് ഭർത്താവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഇദ്ദ എന്ന് പറയുന്നത് 1 മാസമാണ് പ്രബല അഭിപ്രായ പ്രകാരം. ഓക്കെ, 3 പീരിയഡ്സ് അല്ല, അവളുടെ ഇദ്ദ എന്ന് പറയുന്നത് 1 മാസമാണ്. നമുക്കറിയാം ത്വലാഖ് റജായിയുടെ കാര്യത്തിൽ അല്ലെ, അതായത് ഭർത്താവ് ഭാര്യയെ ആദ്യത്തെ 2 തൊലാഖ് ചൊല്ലുന്ന സമയത്ത് അവളുടെ ഇദ്ദ എന്ന് പറയുന്നത് എന്താണ്? 3 മെൻസ്ട്രൽ പീരീഡ് ആണ് അല്ലെ. ആ സമയത്തൊക്കെ അവൾ ഭർത്താവിന്റെ വീട്ടിലാണ് ചെലവഴിക്കേണ്ടത്. ഓക്കെ, ത്വലാഖുൽ ബാഇനും 3 പീരീഡ്സ് തന്നെയാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് അവൾ ഭർത്താവിന്റെ വീട്ടിലല്ല ചെലവഴിക്കുക. ഓക്കെ, കാരണം ആദ്യത്തെ 2 തൊലാഖിന് ശേഷം അവളുടെ ഭർത്താവിന് അവളെ തിരിച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടി സിറ്റുവേഷൻസ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അവളോട് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറയുന്നത്. കാരണം അവൻ അവളെ കാണുന്നുണ്ട്, ആ വീട്ടിൽ തന്നെ ഉണ്ട്, അവന് വേണ്ടി അവൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈവൻ അവന് വേണ്ടി അണിഞ്ഞൊരുങ്ങി കൂടുതൽ ഇഹ്സാനോട് കൂടി പ്രവർത്തിക്കാനും അവളുടെ അടുത്ത് പറയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അവന് തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇസ്ലാം തൊലാഖിനെ അത്രക്ക് വെറുക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രക്ക് വെറുക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ഫസ്റ്റ് തലാഖ് കഴിഞ്ഞിട്ടുള്ള ഇദ്ദയിലായിരിക്കുമ്പം ഭർത്താവിന് തോന്നുകയാണ്, ഇല്ല എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഓക്കെ നീ തിരിച്ചു വരണം എന്ന്. തലാഖ് കഴിഞ്ഞ്, ഫസ്റ്റ് തലാഖ് കഴിഞ്ഞ് അല്ലെങ്കിൽ സെക്കൻഡ് തലാഖ് കഴിഞ്ഞിട്ട് ഇദ്ദയിലായിരിക്കുമ്പോൾ ഭർത്താവിന് തോന്നുകയാണ്, എനിക്ക് എൻ്റെ അടുത്തും തെറ്റുപറ്റിപ്പോയത്, നമുക്ക് ശരിയാവാം, നീ തിരിച്ചു പോവാം. പക്ഷെ ആ തിരിച്ചു വരല്, അവര് തമ്മിലുള്ള തിരിച്ചു വരല് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, അവര് തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടായിരിക്കണം ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇദ്ദ കഴിഞ്ഞു, അവർക്ക് സാധാരണ പോലെ തുടരാം. അപ്പം ഇദ്ദയുടെ സമയത്ത് ഫസ്റ്റ് തൊലാഖിന്റെയും സെക്കൻഡ് തൊലാഖിന്റെയും ഇടയ്ക്കുള്ള ശേഷമുള്ള ഇദ്ദയുടെ സമയത്ത് ഭർത്താവിന് തിരിച്ചെടുക്കാം. അവൾ അവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കണം, അവന് തിരിച്ചെടുക്കാം. ആ ഇദ്ദയുടെ സമയത്ത് അവന് തിരിച്ചെടുത്തു കഴിഞ്ഞാലും ഇദ്ദ കംപ്ലീറ്റ് ആവുന്നത് അവർ തമ്മിൽ ശാരീരിക ബന്ധം ഏർപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഈ രണ്ടാമത്തെ തൊലാഖും കഴിഞ്ഞു, 3 പീരീഡ്സും കഴിഞ്ഞു. ഓക്കെ, ഭർത്താവ് റുജൂ ചെയ്തില്ല, മടങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? അവരുടെ തൊലാഖ് കംപ്ലീറ്റ് ആയി, പിന്നെ അവൾക്ക് അവിടെ തുടരേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഈ 3ഉം കഴിഞ്ഞ് അവർ രണ്ടും വേറെ വേറെ പോവുകയും ചെയ്ത്, ഓക്കെ തലാഖൽ ബാഇൻ ആയി, അവർ രണ്ടുപേരും വേറെ വേറെ പോവുകയും ചെയ്ത്. അപ്പൊ പിന്നീട് ഭർത്താവിന് തോന്നാണ്, എനിക്ക് ഇവളെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം, തിരിച്ചെടുക്കണമെന്ന്. അത് പറ്റുമോ? അതിനൊരു വഴിയുണ്ട്. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാനുള്ള ആയത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഖുലാന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഇദ്ദ എന്ന് പറയുന്നത് ഒരു മെൻസ്ട്രൽ സൈക്കിൾ ആണ്, ഒരു പീരിയഡ്സിന്റെ ടൈമാണ്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അവളുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് 3 മാസം ആക്കാത്തത്? കാരണം ഇവിടെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് അവളെ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ കാരണം ഭാര്യയായിട്ട് തീരുമാനിച്ചതാണ് അല്ലെ, സുബ്ഹാനല്ലാഹ്, പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് അവളെ തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം അവര് വീണ്ടും യോജിക്കാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഖുൽഅന്റെ കാര്യത്തിൽ ഒരു മെൻസ്ട്രേഷൻ, ഒരു പീരിയഡ് സൈക്കിളാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഇനി അവര് തമ്മിൽ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ഖുൽഅന് ശേഷം അവർക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കും? അതിന് പിന്നെ വീണ്ടും ഒരു നിക്കാഹ് കോൺട്രാക്ട്, ഒരു ഉഖ്ദത്തുൻ നിക്കാഹ് നടത്തണം. സുബ്ഹാനല്ലാഹ്.
അവര് വീണ്ടും ഒരു കോൺട്രാക്ട് എഴുതി ഒരു നോർമൽ നിക്കാഹ് പോലെ നടത്തിയാലേ അവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇനി അപ്പം ഇവിടെ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്വലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. ഒറ്റയടിക്ക് ഭാര്യനെ ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന കാര്യമല്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഞാൻ നിന്നെ 3 ത്വലാഖും ചൊല്ലി, നീ നിന്റെ വീട്ടിലേക്ക്, ഞാൻ നിന്റെ വീട്ടിലേക്ക് എന്നല്ല, അല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ടെന്നല്ല. ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേജസ് ആണ്, അതിന് സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ ത്വലാഖ് കഴിയുമ്പോഴും ഭർത്താവിന് 3 പീരിയഡ്സിന്റെ സമയമുണ്ട് ചിന്തിക്കാൻ, തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ട്, റുജൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവന് തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു അവസരവും കൂടെ കൊടുക്കാം, 2ാമത്തെ ത്വലാഖിലും കൂടെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ 3ാമത്തെ ത്വലാഖ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇദ്ദ കംപ്ലീറ്റ് ചെയ്യാന്നല്ലാണ്ട് അവന് പിന്നെ അവസരം ഇല്ല. 3 ത്വലാഖ് എന്ന് കഴിഞ്ഞ് 3ാമത്തെ ത്വലാഖൽ ബായിനായി കഴിഞ്ഞാൽ പിന്നെ അത് ഇർറിവോക്കബിൾ ആണ്, തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ത്വലാഖ് ആണെങ്കിലും ഖുൽഅ ആണെങ്കിലും നമ്മൾ നാടിന്റെ നിയമവുമായിട്ട് കംപ്ലൈ ചെയ്യണമെന്നുള്ള ഒരു ചോദ്യം. സുബ്ഹാനല്ലാഹ്. ഒരാള് ഇന്ത്യയിൽ ജീവിക്കുകയാണ്, ഓക്കെ, അയാള് ഈ പറഞ്ഞ പോലെ ത്വലാഖ് പറഞ്ഞിട്ട് അല്ലെ, ത്വലാഖ് എന്ന് ഭർത്താവ് പറഞ്ഞാൽ തന്നെ അത് മൂന്നാമത്തെ പ്രാവശ്യം ആവുമ്പോൾ അത് ത്വലാഖാണ്, ഡിവോഴ്സ് ആണ്. അപ്പം നാടിന്റെ നിയമത്തിൽ, അതായത് ലീഗലി ഡിവോഴ്സ്ഡ് ആക്കണം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ശർഈയായ നിയമപ്രകാരം ഡിവോഴ്സ് ആകണം. ലീഗലി അതിന് എന്തൊക്കെ പേപ്പേഴ്സ് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതും ചെയ്യണം. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അടുത്ത ആയത്തിന്റെ അവസാനത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ഇന്നത്തെ 230. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. എന്നിട്ട് പിന്നെയും അവൻ അവളെ ത്വലാഖ് നടത്തിയെങ്കിൽ അവനല്ലാതെ വേറെ ഒരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നത് വരേക്കും ഇനി അവൾ അവന് അനുവദനീയമാവുകയില്ല. എന്നിട്ട് അവൻ അതായത് 2ാമത്തവൻ അവളെ വിവാഹമോചനം നടത്തിയെങ്കിൽ അപ്പോൾ അവർ രണ്ടുപേരും അന്യോന്യം മടങ്ങി വരുന്നതിന് അവരുടെ മേൽ തെറ്റില്ല. അതെ, അവർ രണ്ടാളും അള്ളാഹുവിന്റെ നിയമ അതിർത്തികളെ തങ്ങൾ നിലനിർത്തി പോരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവ ഒക്കെയും അള്ളാഹുവിന്റെ നിയമ അതിർത്തികളാകുന്നു. അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി അവൻ അവ വിവരിച്ചു കൊടുക്കുകയാണ്. വാക്കർത്ഥം നോക്കാം. താഴെ ആയത്തിന്റെ നമ്പർ തെറ്റാട്ടോ, 230. ഫഇൻ ത്വല്ലഖഹ, അപ്രകാരം അവർ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ, അർത്ഥം മിസ്സായിട്ടുണ്ട്, ഞാൻ നോട്ടിൽ അയക്കാം. ഫലാ തഹില്ലു, അവൾ അനുവദനീയമല്ല, ലഹു അവന്, മിൻ ബഅദു പിന്നീട്, ഹത്താ തൻകിഹ അവൾ വിവാഹം കഴിക്കുന്നത് വരെ, അവൾ നിക്കാഹ് ചെയ്യുന്നത് വരെ, സൗജൻ ഒരു ഭർത്താവിനെ, ഗൈറഹു അവൻ അല്ലാതെ. ഇവിടെ എല്ലാ റൂട്ടും നമ്മൾക്ക് പരിചയമുള്ള റൂട്ടാണ്, അതുകൊണ്ട് എഴുതാതിരുന്നത്. ത്വല്ലഖഹ തോലാം ഖാഫ്, തഹില്ലു ഹലാല ഹലാലിന്റെ, തൻകിഹ നൂൻ കാഫ് ഹ നിക്കാഹിന്റെ, സൗജൻ സായി വാവ് ജീം. ഫഇൻ ത്വല്ലഖഹ ഇനി അവൻ അവളെ വിവാഹമോചനം നടത്തിയാൽ, ഫലാ ജുനാഹ അപ്പോൾ തെറ്റില്ല, അലൈഹിമ അവർ രണ്ടുപേർക്കും, അൻ യതറാജഅ അവർ പരസ്പരം മടങ്ങുന്നതിന്. ഓക്കെ, യതറാജഅ റോ ജീം ഐൻ, റുജൂഇന്റെ സെയിം റൂട്ട്. ജുനാഹ ജീം നൂൻ ഹ. ഇൻ ظن അവർ രണ്ടുപേരും വിചാരിക്കുന്നുവെങ്കിൽ, നൂൻ രണ്ടുപേരും വിചാരിക്കുന്നെങ്കിൽ, അയ്യുഖീമ അവർ രണ്ടുപേരും നിലനിർത്തുമെന്ന്, ഹുദൂദ് അല്ലാഹ് അള്ളാഹുവിന്റെ നിയമാതിർത്തികൾ. വതിൽക ഹുദൂദുല്ലാഹി അത് അള്ളാഹുവിന്റെ നിയമാതിർത്തികളാണ്. യുബയ്യിനുഹ അവൻ അവ വിവരിക്കുകയാണ്. ബയാനൂൻ, ഓക്കെ, ലിഖൗമിൻ ഒരു ജനതയ്ക്കായി, യഅലമൂൻ അവര് അറിയും. തഫ്സീർ നോക്കാം. ഫഇൻ ത്വല്ലഖഹ പിന്നീട് അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ, ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, അതായത് 3ാമത്തെ പ്രാവശ്യം. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ 2 പ്രാവശ്യമാണ് പറഞ്ഞു വെച്ചത് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു ബ്രീഫിൽ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു, അത് ഈ ആയത്തിലൂടെ നമുക്ക് കാണാം. അപ്പൊ അവൻ 3ാമത്തെ പ്രാവശ്യം അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, ഫലാ തഹില്ലു ലഹു പിന്നീട് അവൾ അവന് എന്താണ് അനുവദനീയമാവുകയില്ല, മിൻ ബഅദ് അതിനുശേഷം. അപ്പൊ 3ാമത്തെ ത്വലാഖ് ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവൾ എന്താണ് അവന് ഹലാലല്ല. ഓക്കെ, അവളുടെ എദ്ദയിലാണെങ്കിൽ പോലും ആദ്യത്തെയും 2ാമത്തെയും ത്വലാഖിന് ശേഷം
ഇദ്ദയുടെ സമയത്ത് അവന് റുജു ചെയ്യാം, അല്ലെ? അവന് മടങ്ങാം, തിരിച്ചെടുക്കാം, ഒക്കെ ചെയ്യാം. ഇദ്ദയുടെ സമയത്ത് വീണ്ടും തൊലാഖ് ചെയ്യാനേ പാടില്ലാത്തുള്ളൂ, പക്ഷെ അവന് മടങ്ങാം. പക്ഷെ മൂന്നാമത്തെ തൊലാഖിന് ശേഷം അവന് മടങ്ങാൻ പറ്റൂല. അവൾ അവളുടെ ഇദ്ദ കംപ്ലീറ്റ് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവന് അവളെ തിരിച്ച് എടുക്കാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം മൂന്നാമത്തെ ഡിവോഴ്സിൽ അള്ളാഹ് എന്നാ പറയുന്നത്, ഫലാ തഹല്ലു ലഹു മിൻ ബഅദ്, അവള് അനുവദനീയമല്ല അവർക്ക് രണ്ടുപേർക്കും തിരിച്ചു വരാൻ. ഹത്ത, എന്തോ ഒന്ന് വരേക്കും ഒരു കാര്യം അവിടെയുണ്ട്, അവർക്ക് രണ്ടുപേർക്കും തിരിച്ചു വരാൻ പറ്റുന്ന എന്താണെന്ന് നോക്കാം. തൻകിഹ, അവൾ നിക്കാഹ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അവൾ കല്യാണം ചെയ്യാണ്. സൗജൻ, ഒരു സൗജന്, ഒരു ഭർത്താവിനെ. ഓയിറഹു, അവനല്ലാത്ത, ഓക്കെ, ആദ്യത്തെ ഭർത്താവല്ലാത്ത ഒരുവനെ അവള് നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ, ഫഇൻ ത്വല്ലഖഹ, എന്നിട്ട് അവൻ അവളെ ഡിവോഴ്സ് ചെയ്യണം, അതായത് രണ്ടാമത്തെ ഭർത്താവ് ഈ സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമ, അവരുടെ രണ്ടുപേരുടെയും മേൽ തെറ്റില്ല. ആരുടെ രണ്ടുപേരുടെയും? ഈ സ്ത്രീയുടെയും ആദ്യത്തെ ഭർത്താവിന്റെയും മേൽ. അവർ രണ്ടുപേരും പരസ്പരം മടങ്ങുകയാണെങ്കിൽ. ഓക്കെ, റുജു റാജിയും ഐൻ. അപ്പം ഈ സ്ത്രീനെ ആദ്യത്തെ പുരുഷൻ 3 തൊലാഖും ചൊല്ലിക്കഴിഞ്ഞു, ഫൈനലായി. അതിനുശേഷം അവള് വേറൊരുവൻ, ഇവനല്ലാത്ത വേറൊരുവൻ നിക്കാഹ് ചെയ്ത് അവരുടെ ഇടയിൽ ഒരു ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് അവൾക്ക് ആദ്യത്തെ ഭർത്താവുമായിട്ട് മടങ്ങുന്നതിന്, അവരൊന്നിച്ചാവുന്നതിൽ അവരുടെ രണ്ടുപേരുടെ മേല് തെറ്റൊന്നുമില്ല. ഓക്കെ, അവർ രണ്ടുപേരും അപ്രകാരം വിവാഹം ചെയ്യാൻ എഗ്രി ചെയ്തിട്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അവർ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്താണ്, ഞങ്ങൾ നിലനിർത്തുമെന്ന്, ഹുദൂദ് അള്ളാഹുവിന്റെ ഹുദൂദ്, അല്ലെ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് അങ്ങനെ വീണ്ടും ഒന്നിക്കാം. പക്ഷെ ഇത് പഴയ പോലെ വീണ്ടും അടിയും കച്ചറയും പ്രശ്നവും ആണെന്നുണ്ടെങ്കിൽ അവര് പിന്നെ കല്യാണം കഴിക്കണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇല്ല, നമുക്ക് പറ്റും, ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് തെറ്റ് പഠിച്ചു, ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പുരുഷൻ അവളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ ഭർത്താവുമായിട്ട് അവൾക്ക് ഒന്നിച്ചു ചേരുന്നതിൽ, നിക്കാഹ് ചെയ്യുന്നതിൽ തെറ്റില്ല. വതിൽക ഹുദൂദുല്ലാഹി, അത് അള്ളാഹുവിന്റെ എന്താണ്, ലിമിറ്റുകളാണ്. യുബയ്യിനുഹ, അവൻ അതിനെ വിശദീകരിക്കുന്നു. ലിഖൗമി യഅലമൂൻ, അറിവുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പം ഇൽമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ മാത്രമേ ഇതിൽ പ്രയോജനം കണ്ടെത്തുള്ളൂ. ഇൽമുള്ള ആളുകൾ മാത്രമേ ഇതിൽ പ്രയോജനം കണ്ടെത്തുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ക്ലിയർ ആക്കാണ്, വിശദീകരിക്കുകയാണ്, അല്ലെ. നമുക്കറിയാം, ക്ലിയർ ആക്കുന്നതിനാണ് പറയുന്നത്. അപ്പൊ യുബയ്യിനുഹ, അള്ളാഹു അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് നമ്മൾ ഈ ഒരു ആയത്തിൽ പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഡിവോഴ്സ്, അല്ലെ. മൂന്നാമത്തെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പിന്നെ പരസ്പരം ഹലാലല്ല, അവര് എന്താണ്, മെഹ്റം അല്ലാതായിട്ട് മാറുകയാണ്, അല്ലെ. ഇദ്ദയില് പിന്നെ ഒരു മടങ്ങലില്ല, ഒരു റുജുവോ ഇല്ല. ഓക്കെ, ഇദ്ദ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഒരു ബദ്ധവും ഇല്ല, നിക്കാഹും ഇല്ല. ആ നിക്കാഹ് പോസിബിൾ ആവുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? അവള് വീണ്ടും വിവാഹം ചെയ്യാം. ഓക്കെ, വേറൊരാളെ വിവാഹം ചെയ്തിട്ട് ബൈ ചാൻസ്, ഓക്കെ, എന്താ പറയാ, പ്ലാൻ ചെയ്തിട്ടല്ല, ബൈ ചാൻസ് അവളുടെ രണ്ടാമത്തെ വിവാഹം ഡിവോഴ്സ് ആവുകയാണ്. രണ്ടാമത്തെ വിവാഹം ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോവാണ്, ഓക്കെ, എന്നിട്ട് അവള് വീണ്ടും സിംഗിൾ ആവുമ്പോൾ ആദ്യത്തെ ഭർത്താവിന് തോന്നാണ്, ശരിയാണ്, അവൾ നല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നിച്ച് പോവാം, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് അവളടുത്ത് വീണ്ടും ചെന്ന് പറഞ്ഞിട്ട് അവൾ അത് ഓക്കെ ആണെങ്കിൽ അവർക്ക് വീണ്ടും നിക്കാഹ് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യാമോ? ഓക്കെ, അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്നു, മൂന്നാമത്തെ തൊലാഖും ചൊല്ലി അവര് സെപ്പറേറ്റ് ആയി, ഫൈനലായി, ഇദ്ദയും കഴിഞ്ഞു, അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് വരാൻ പറ്റൂല എന്ന് തോന്നി. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കും അവർ ലൈഫിന്റെ റിയാലിറ്റിയിലേക്ക് കടന്ന്, അപ്പം മക്കളുണ്ട്, അല്ലെ, മക്കൾ ചോദിക്കാൻ തുടങ്ങി, ഉമ്മ അവിടെ, വാപ്പ അവിടെ. സുബ്ഹാനല്ലാഹ്. രണ്ടാക്കും മിസ് ചെയ്യാൻ തുടങ്ങി പരസ്പരം. അവർ ചെയ്ത കാര്യത്തെ കുറിച്ച് അവർ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലോ നമ്മൾ ഒന്നിച്ചായിരുന്നെങ്കിൽ. പിന്നെ അവരെന്താണ്, പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെ, ഷേഖന്മാരുടെ അടുത്ത് എന്തെങ്കിലും വഴിയുണ്ടോ, ഞങ്ങൾക്ക് ഒന്നിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവര് ചോദിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അവസാനം അവർക്ക് മനസ്സിലാവാണ്, ഇങ്ങനെ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവള് വേറൊരു ഭർത്താവുമായിട്ട് വിവാഹം ചെയ്ത് ആ വിവാഹം ഡിവോഴ്സ് ആയി കഴിഞ്ഞാല്
മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് തീരുമാനിക്കുക കുഴപ്പമില്ല, 1,00,000 റുപ്യ കൊടുത്ത് ഒരാളെ കൊണ്ടുവന്ന് നിക്കാഹും ചെയ്തിട്ട് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ തലാഖും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്യാം എന്ന് എന്ന പ്ലാൻ ചെയ്യും. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, നിക്കാഹ് ഹിലാല അല്ലെങ്കിൽ നിക്കാഹ് ഹലാല എന്നുള്ള പേരിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇത് അനുവദനീയമല്ല. ഇപ്രകാരം ഡെലിബറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യല് അനുവദനീയമേ അല്ല. സുബ്ഹാനല്ലാഹ്. ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിനെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിനെ ബനു ഇസ്രായേൽ എങ്ങനെ അതുകൊണ്ട് കളിച്ചോ അല്ലെ, സബത്ത് നാളിൽ അവരുടെ അടുത്ത് ഇത് ഫിഷിങ്ങിന് പോകരുതെന്ന് പറഞ്ഞപ്പം അവരതിനെ എങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കി ട്രിക്ക് നടത്തിയോ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തൊരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നോ അതിനെ പരിഹസിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടം ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അത് അനുവദനീയമേ അല്ല. അതായത് ആ സ്ത്രീ വിവാഹം ചെയ്തിട്ട് ആക്സിഡന്റലി കോയിൻസിഡൻഷ്യലി അവര് ഡിവോഴ്സ് നടക്കുകയാണെങ്കിൽ മാത്രമേ തിരിച്ച് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു പർപ്പസ്ഫുൾ ഒരു വിവാഹം ഒരാളെ കണ്ടുപിടിച്ച് അയാൾക്ക് പൈസ കൊടുത്ത് അയാളെ കൊണ്ട് നിക്കാഹും ചെയ്യിപ്പിച്ചിട്ട് അയാളെ ഡിവോഴ്സ് ചെയ്യിക്കാൻ പറ്റൂല. എന്ന് മാത്രമല്ല, ഈ വിവാഹം, ഈ രണ്ടാമത്തെ വിവാഹം ഒരു പേപ്പർ മാരേജ് ആവാൻ പറ്റൂല. ഈ രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് അവര് തമ്മില് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ആൾക്ക് ആദ്യത്തെ ആൾക്ക് വീണ്ടും വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, റിഫ അൽ ഖുറാസിയുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയും, അല്ലയോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, റിഫ എന്നെ മൂന്നാമത്തെ തൊലാഖൽ ബായിൻ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു അസുബൈർ അൽ ഖുറാസിയെ വിവാഹം ചെയ്തു. പക്ഷെ അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണ്, അതായത് സെക്ഷലി ഏബിൾ ആയിട്ടുള്ള ആളല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് പഴയ ആദ്യത്തെ ഭർത്താവ് റിഫാന്റെ അടുത്തേക്ക് പോകേണ്ടി വരും അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവര് അതേന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പറ്റൂല, നിങ്ങളും അബ്ദുറഹ്മാനും തമ്മിലുള്ള വിവാഹം കൺസമേറ്റ് ചെയ്യാതെ, അതായത് അത്ത യദൂഖ ഉസൈലതകി വതദൂഖി ഉസൈലതഹു, അതായത് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ആ ഒരു ഉസൈല എന്ന് പറഞ്ഞാല് പരസ്പരം ആസ്വദിക്കാതെ, അതായത് സെക്ഷൽ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാതെ നിങ്ങൾക്ക് മടങ്ങി അദ്ദേഹത്തിലേക്ക്, പഴയ ഭർത്താവിലേക്ക് പോവാൻ പറ്റൂല. കാരണം നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വാക്കർത്ഥം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൽ ഇന്റർകോഴ്സ് ആണ്. ഓക്കെ, അപ്പം വെറുതെ ഒരു പേപ്പർ മാരേജും സൈൻ ചെയ്യിപ്പിച്ച് പേപ്പർ ഡിവോഴ്സും ചെയ്യിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. അപ്പം തൻകിഹ സൗജൻ ഗൈറഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വേറൊരാളെ കണ്ടുപിടിച്ച് അയാളെ കൊണ്ട് വെറുതെ ഒരു നിക്കാഹിൽ ഒപ്പിടിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യിക്കലല്ല. അവരൊന്നിച്ച് ജീവിക്കണം, അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. എന്തിനായിരിക്കും ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോപോലെ തോന്നുന്ന ഒരു നിയമം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ആളുകള് ഡിവോഴ്സിനെ സീരിയസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, പുരുഷന്മാര് ത്വലാഖിനെ സീരിയസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്ര കളിക്കുന്ന കളിയല്ല അല്ലെ? ഈ ത്വലാഖ് അങ്ങ് കൊടുത്ത് മൂന്നും കഴിഞ്ഞ് അവളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവളെ തിരിച്ചെടുക്കൽ അത്ര എളുപ്പമാണ്. കാരണം ഇതുപോലെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് അയാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഡിവോഴ്സ് ഒക്കെ നടക്കാന്ന് പറയുന്നത്, എന്നിട്ട് അവള് വീണ്ടും തിരിച്ചു വരാൻ സമ്മതിക്കാന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ചാൻസ് അല്ലെ? അപ്പം അതിന്റെ ആ ഒരു സീരിയോസിറ്റി ഉണ്ടല്ലോ. ഇങ്ങനെ ഞാൻ മൂന്നാമത്തെ ത്വലാഖും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അത് എന്റേതല്ല, അവൾ എദ്ദ കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുടേതോ ആണ്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം, അവളെ ഞാൻ അങ്ങനെ വലിച്ചെറിയാൻ പറ്റൂല എന്നുള്ള ആ ഒരു സീരിയോസിറ്റി. അതായത് മൂന്നാമത്തെ ത്വലാഖും കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും നിങ്ങളെ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അവരത് ഈസി ആയിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവര് പിന്നെ അതിന് വേണ്ടി നിൽക്കുമായിരുന്നു. അവർ ദേഷ്യം വരുമ്പോഴൊക്കെ 3 ത്വലാഖും ചൊല്ലി എന്നിട്ട് പോയിട്ട് എനിക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാലോ എന്ന് അവർക്ക് തോന്നുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാ കുടുംബങ്ങളും ശിഥിലമായി പോവായിരുന്നു. കുടുംബം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു സ്ത്രീകൾക്ക് ത്വലാഖ് ചൊല്ലാനുള്ള അവകാശം കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാ ഇമോഷന്റെ പേരിലും ത്വലാഖ് ചൊല്ലുമായിരുന്നു, കുടുംബം ഉണ്ടാവില്ലായിരുന്നു അല്ലെ? അതേപോലെ പുരുഷന്മാർക്ക് ഈ ഒരു റെസ്ട്രിക്ഷനോട് കൂടി ഇത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളൊക്കെ ശിഥിലമാക്കി പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം ആളുകൾ ഈ ത്വലാഖ് എന്ന് പറയുന്നതിന്റെ റിസൾട്ടിനെ, കോൺസിക്വൻസിനെ സീരിയസ് ആക്കി എടുക്കൂല. പോയാലും തിരിച്ചു വിളിക്കാലോ, വീണ്ടും എടുക്കാലോ എന്നുള്ള ഒരു ചിന്ത വരും. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇത് മൂന്നാമത്തതും കഴിഞ്ഞാല് അത്ര എളുപ്പല്ല. ഫത്വ ഇല്ല അല്ലെ? ഫത്വ ഷോപ്പിങ്ങിന് പോവും അവര്. കാരണം പലപ്പോഴും പലരും
ഫത്വക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ അവർക്ക് തൃപ്തിയുള്ള ഫത്വ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് പറയുമെന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ ഈ മൂന്നാമത്തെ തലാഖും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കുള്ള റിയൽ ഡിവോഴ്സ് ആണോ അതോ റിയൽ ഡിവോഴ്സ് ആണോ? സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലെ ഇത് ശരിക്കുള്ള ഡിവോഴ്സ് അല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പലപ്പോഴും പലരും ഇതുപോലെ വീണ്ടും ഒന്നിക്കണം തോന്നുമ്പം പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ വന്ന പോലെ ഞാനത് ദേഷ്യത്തിൽ കൊടുത്തു പോയതാണ്, ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അല്ലെ. ഏത് ഡിവോഴ്സാ സന്തോഷത്തിൽ കൊടുക്കുക? എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു, നിനക്ക് വീട്ടിൽ പോവാം എന്ന് ആരെങ്കിലും പറയോ? ദേഷ്യത്തിൽ തന്നെയാണ് ഡിവോഴ്സ് കൊടുക്കുക. അല്ലെ. വെറുപ്പായിരിക്കുമ്പോ, ഇഷ്ടമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഡിവോഴ്സ് കൊടുക്കുക. പക്ഷെ അള്ളാഹ് എന്താ പറയുന്നത്? ആ ദേഷ്യത്തിലും നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യണം. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. വതിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ. അല്ലേ. അറിവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണത്. ചിന്തയുള്ള ബുദ്ധിയുള്ള ആളുകൾ, ഏത് ഇമോഷന്റെ ഇടയിലും ബുദ്ധിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സുബ്ഹാനല്ലാഹ്. ചിന്തയ്ക്ക്, അറിവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മളുടെ ദീനിൽ. അല്ലെ. എന്നാൽ നമ്മളെ ദീനിനെ എന്താ ആക്കി വെച്ചത്? അറിവിന്റെ ആവശ്യമേ ഇല്ലാത്ത എന്തോ ഒരു സാധനം, തോന്നിയ മാതിരി നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ദീനായി എന്ന് വിശ്വസിച്ച് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരണം. അല്ലെ. നമ്മുടെ ദീനിനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുരുഷന്മാര് ഈ കാര്യം സീരിയസ് ആക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, മൂന്നാമത്തെ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവൾക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ, അവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ അവർ ഗീറ വരും. അല്ലെ. പ്രൊട്ടക്റ്റീവ് ജലസി, അസൂയ. അവള് വേറൊരാളുടെ കൂടെ സഹിക്കാൻ പറ്റില്ല. മിക്ക പുരുഷന്മാർക്ക് സഹിക്കാൻ പറ്റില്ല. അവളങ്ങനെ സൂചിച്ച് ജീവിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ചിന്തിച്ചിട്ട് അവരവരുടെ നാവിനെ കൺട്രോൾ ചെയ്യും, അവർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ഒരു ആയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഡിവോഴ്സ് എന്ന് പറയുന്ന, തൊലാഖ് എന്ന് പറയുന്ന കാര്യം എങ്ങനെയും നടക്കാം. അതായത് ഒരു പുരുഷൻ സ്ത്രീയുടെ അടുത്ത് ഏത് വിധേയന തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തൊലാഖാണ്. അത് നേരിട്ടാവാം, ഫോൺ കോളിലാവാം, ഇമെയിലിലാവാം, ടെക്സ്റ്റ് മെസ്സേജിലാവാം. ഇപ്പോഴത്തെ കാലത്താവുമ്പോൾ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഏതെങ്കിലും മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഐ ഡിവോഴ്സ് യു, അല്ലെങ്കിൽ ഞാൻ തൊലാഖിലിരിക്കുന്നു, അല്ലെങ്കിൽ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊലാഖായിട്ട്, അതായത് ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, അത് എങ്ങനെയാണോ പറയുന്നത് അത് തൊലാഖായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇദ്ദയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവസാനിക്കുകയും ചെയ്യും. വെറുതെ പറഞ്ഞാൽ, തമാശക്ക് പറഞ്ഞാന്നൊന്നും പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഒരു പിക്ചർ മെസ്സേജ് സ്പ്രെഡ് ചെയ്തതായിട്ട് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു. വെറുതെ ആരോ തമാശക്ക് എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട ഭാര്യയെ പേരൊക്കെ വെച്ചിട്ട് ഞാൻ നിന്നെ തലാഖ് ചൊല്ലുന്നു വിത്ത് ലവ്, ആളുടെ പേരും വെച്ചിട്ട്, വെറുതെ തമാശക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറാ. പക്ഷെ ഈവൻ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ അടുത്ത് ആ പിക്ചർ മെസ്സേജ് അയച്ചിട്ട് ഭാര്യ അത് കണ്ടു കഴിഞ്ഞാലും അതിനെ ഒരു തലാഖായിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ. അപ്പൊ അതുപോലെയുള്ള തമാശകളൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആങ്ങളമാരോടും ഭർത്താക്കന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞേക്ക് നടക്കൂല, അത് ഡിവോഴ്സ് ആയിട്ട് കണക്കാക്കും. പിന്നെ ഇദ്ദയുണ്ട്. അല്ലെ. പിന്നെ 2 ഡിവോഴ്സിനുള്ള ഓപ്ഷനേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തതായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞേം ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മുഹല്ലിലിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതായത് ഹിലാല മാരേജ്, അതായത് ഭർത്താവിന് 3 തലാഖും കഴിഞ്ഞ് വീണ്ടും ഭാര്യയോട് ഒന്നിച്ചു ചേരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവളെ കൊണ്ട് വേറൊരാളെ കല്യാണം കഴിപ്പിച്ച് അത് ഡിവോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. സുനൻ ഇബ്നു മാജയിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഹല്ലിലിനെയും മുഹല്ലൽ ലഹുനെയും, അതായത് ഇപ്രകാരം തൊലാഖിന് ശേഷം വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പണി ചെയ്യുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്, ഇത്തരത്തിലുള്ള തഹ്ലീലിന്റെ ആളുകൾ, അതായത് മുഹല്ലൽ ലഹുവിനെ കൊണ്ടുവന്നാൽ, അതായത് ഈ പറഞ്ഞ പോലെ സെറ്റപ്പ് മാരേജ് നടത്താൻ വേണ്ടിയിട്ട് ഡിവോഴ്സിന് ശേഷം വേറൊരു ഭർത്താവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള നിയത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ കല്ലെറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് തലാഖ് എന്ന് പറയുന്നത്. പക്ഷെ ആളുകൾ അത് തമാശ പോലെ, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. വളരെ സീരിയസ് ആയിട്ട് ഒരു നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ബോണ്ടാണത്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ എഴുതിയിട്ടുള്ള ഒരു കരാറാണത്.
അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യൂല എന്നുള്ള ലൈഫ് ടൈം കമ്മിറ്റ്മെന്റോട് കൂടി ആയിരിക്കണം. അല്ലാതെ തോന്നുമ്പോ ഞാൻ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ നഷ്ടപരിഹാരം തന്നാൽ ഞാൻ പോവും എന്ന് പറഞ്ഞ് കളിക്കാനുള്ളതല്ല വിവാഹബന്ധം. ഭയങ്കര സീരിയസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അതിനെ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അതിനെ കാണുന്നോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ അറിവിനും ചിന്തയ്ക്കും അനുസരിച്ചിരിക്കും. ഓക്കെ. അതുകൊണ്ട് നമ്മുടെ ഭർത്താവിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയിൽ എന്തൊക്കെ ഫോൾട്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കില്ല, ഇന്നലെ ആരോ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹ് എനിക്ക് തന്ന ഖദറാണത്, അള്ളാഹ് എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണത്. അള്ളാഹുവിന്റെ ഒരു ഖദറും ഹൈറല്ലാതെ ആവില്ല, ഒരു ഖദറും ഹൈറല്ലാതെ ആവില്ല. ഓക്കെ. അപ്പം അതിനുള്ള ഹൈർ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അപ്രകാരം ക്ഷമയും അല്ലെ അറിവും ഹിക്മത്തും ഒക്കെ കാണിക്കണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു, എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റില്ല, എല്ലാവരുടെ ലെവലുകളും അതുപോലെയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവരവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് വഴികൾ തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പം വിവാഹം, ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. ഭർത്താവിലും ഭാര്യയിലും ഒക്കെ കുറവുകൾ ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും, അവർ നമ്മളെ വലിച്ചെറിയും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ ഖദറിൽ ഹൈറുണ്ട്. ഓക്കെ. അതേപോലെ സ്ത്രീ അങ്ങോട്ട് കൊടുക്കുന്ന ഖുൽഅന്റെ കാര്യമാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പലരും തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് റിഗ്രറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ തിരിച്ച് ഭർത്താവിലേക്ക് പോകണം തോന്നിക്കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അവൾക്ക് അവനോട് ചോദിക്കാം. ഓക്കെ, എനിക്ക് തിരിച്ചു വരണം. അവനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു നിക്കാഹായിട്ട് തന്നെ നടത്തണം. വീണ്ടും ഒരു നിക്കാഹിന്റെ കോൺട്രാക്ട് ആക്കിയിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ സ്ത്രീ വളരെയധികം ശ്രദ്ധിക്കണം. അത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സീരിയസ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അള്ളാഹിന്റെ ഒരു ഹിക്മത്ത് ഉണ്ട്, നമ്മളും അതിനെ സീരിയസ് ആക്കി എടുക്കണം. ഓക്കെ. ഇനിയിപ്പം ഞാൻ പറഞ്ഞു, സ്ത്രീ ഖുൽആ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ അവൾ ഭർത്താവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, തിരിച്ചു വരാം, നമുക്ക് ഒന്നിച്ചാവാം തോന്നിക്കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ചോദിക്കാം. അവന് അപ്പൊ നോയും യെസും പറയാം. ഓക്കെ. നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല, യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും നിക്കാഹ് ചെയ്തിട്ട് ഒന്നിക്കണം. ഇനി തിരിച്ച് ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ഫസ്റ്റ് 2 തലാഖ് അല്ലെങ്കിൽ തലാഖ് റുജൂ ചെയ്യുന്ന സമയത്ത് അവളോട് തലാഖ് ചെയ്തു, അവൾ ഇദ്ദയിലാണ്, അവള് മനസ്സ് മാറി, ഓക്കെ, അവളുടെ അടുത്ത് പറയാണ് നീ തിരിച്ചു പോവാ. ആ സമയത്ത് ഭാര്യക്ക് ഭർത്താവിന്റെ അടുത്ത് ഇല്ല ഞാൻ തിരിച്ചു വരൂല, നോ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റൂല. ഓക്കെ. പക്ഷെ അവൾക്ക് സംസാരിക്കാം അവന്റെ അടുത്ത്, നിങ്ങൾ ഇങ്ങനെ തമാശ കളിക്കല്ലേ, നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ ഹൃദയം വിഷമിപ്പിക്കുന്നുണ്ട്, മുറിവ് ഉണ്ടാക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയൊക്കെ അവൾക്ക് സംസാരിക്കാം. പക്ഷെ അവൻ തിരിച്ച് ആ റുജൂഇന്റെ സമയത്ത് അവൻ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നോ പറയാൻ അവൾക്ക് പറ്റൂല. ഓക്കെ. പക്ഷെ നോ പറയണം എന്നുള്ള തീരുമാനമാണെങ്കിൽ പിന്നെ അവൾ എന്ത് ചെയ്യണം, അത് ഖുൽആക്കിയിട്ട് പോകണം. സുബ്ഹാനല്ലാഹ്. അവൾ അവന്റെ വീട്ടിലുള്ളിടത്തോളം കാലം, അതായത് 3ാമത്തെ ത്വലാഖിന് മുന്നേ വരെയുള്ള കാലം അവന്റെ ബാധ്യതയിൽ അവൻ ഖവ്വാമായിരിക്കുന്നിടത്തോളം കാലം അവനെപ്പോഴും ഒരു അവകാശം അധികമുണ്ട്. അവൾക്ക് നോ പറയാനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു നോ പറയണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഖുൽആക്കിയിട്ട് അവൾ പോണം. സ്വാഭാവികമായിട്ടും സുബ്ഹാനല്ലാഹ് അള്ളാഹു അവിടെ അങ്ങനെ ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ, നോ പറയാനുള്ള ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒരൊറ്റ പെണ്ണും യെസ് പറയൂലായിരുന്നു, അല്ലെ? കാരണം സ്ത്രീകൾക്ക് അത്ര പെട്ടെന്നൊന്നും പൊറുക്കാൻ പറ്റൂല സ്ത്രീകൾക്ക്. അതിങ്ങനെ മനസ്സിലുണ്ടാവും, അത് തികട്ടി വരും. അപ്പൊ റുജോയിന്റെ സമയത്ത് അവൾക്ക് യെസും നോയും പറയാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവള് നോയെ പറയുള്ളായിരുന്നു. പക്ഷെ അള്ളാഹ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അല്ലെ, അതായത് ഡിവോഴ്സ് തലാഖ് ചെയ്യുമ്പോൾ നാട്ടിലെ നിയമം നമ്മൾ പാലിക്കണോ എന്നുള്ളത്. അതായത് പേപ്പർ പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ല, ലീഗൽ പ്രൊസീജിയേഴ്സ്, അത് ചെയ്യണോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ഇസ്ലാമിക നിയമവുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാത്ത നിയമങ്ങളാണെങ്കിൽ നമ്മൾ അത് പാലിക്കണം. ഓക്കെ. ഇസ്ലാമിക നിയമമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന നിയമമാണെങ്കിൽ നമുക്ക് അപ്പം അതിന് ഫത്വയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അന്വേഷിച്ചിട്ട് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടില് വെച്ച്, അത് ഇന്ത്യയിലാവാം ഏത് കൺട്രിയിലാണ്, അവിടെ വെച്ച് നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ ശറയ്യായ രീതിയിൽ വിവാഹം ചെയ്യുക, പ്ലസ്
ലീഗലായിട്ടുള്ള രീതിയിൽ, അത് ലീഗലായിട്ടുള്ള രീതിയിൽ വിവാഹം ചെയ്യാന്ന് പറഞ്ഞത് മാരേജ് രജിസ്ട്രേഷൻ ആണ് അല്ലെ, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഓക്കെ ഭർത്താവിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഭർത്താവിന് ഇഷ്ടമാണ്, വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരിക്കണം, നമ്മളെ നിക്കാഹും ചെയ്ത് അത് മതി എന്ന് വിചാരിക്കരുത്. ഇന്നത്തെ കാലത്ത് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പലരും അത് ചെയ്യാറുണ്ട്, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്താണെങ്കിലും അത്തരത്തിലുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് നമുക്ക് തന്നെ നല്ലതാണ്. എപ്പോഴും നമുക്ക് ഭാവിയിലേക്കുള്ള പല കാര്യങ്ങൾക്കും അത് എളുപ്പമായി മാറും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലപ്പോഴും പല വിവാഹങ്ങളും ഇത്തരം കാര്യങ്ങൾ സീരിയസ് ആക്കി എടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ ഈ ഭർത്താക്കന്മാര് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് പിന്നെ അവര് യാതൊരു അഡ്രസ്സും ഇല്ലാത്ത, അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ, മാരേജ് രജിസ്റ്റേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ആ സ്ത്രീക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് വേറെ ആളായിട്ട് വിവാഹം ചെയ്യാൻ പറ്റൂല, ഖുലോ ചെയ്യാൻ പറ്റൂല, തൊലാഖ് കിട്ടാൻ വകുപ്പില്ല, ഫസ്റ്റ് ചെയ്യാൻ കോടതിക്ക് അതിനെ റദ്ദാക്കാൻ പറ്റൂല, കാരണം രജിസ്ട്രേഷൻ ഇല്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ അവൾ സ്റ്റക്കായി പോകും, ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകും. അതുകൊണ്ട് സീരിയസ് ആക്കിയിട്ട് എടുക്കുക. ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പലപ്പോഴും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ സത്യം പറയാൻ ഇതൊന്നും ബാധിക്കുന്നില്ല കേട്ടോ, എന്നാലും ഞാൻ പറയേണ്ടത് കൊണ്ട് പറയാണ്. കാരണം അവർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാഷാ അല്ലാഹ് ഭയങ്കര ഉഷാറാ. അതല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പം നിക്കാഹൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഉപ്പ ചെയ്തോളും, ഭർത്താവ് ചെയ്തോളും, അവരൊക്കെ തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ അത് സീരിയസ് ആക്കി എടുക്കണം. എന്റെ മാരേജ് ആണ്, എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിലൊക്കെ നേരിടേണ്ടി വരും എന്നൊക്കെ ഉള്ളത് ബോധമുണ്ടായിരിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക. അറിവ് ആവശ്യമാണ്. അത് ഐഹികമായ അറിവും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഐഹികമായ അറിവും ആവശ്യമാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ കാര്യങ്ങൾ ചെയ്തോളെന്ന് വിചാരിച്ച് നിൽക്കേ വേണ്ട. കാരണം ഈ ലോകവും ഇവിടെയുള്ളതെല്ലാം അല്ലെ, ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹലാലും ഹറാമും നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഹറാമ് നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹലാൽ എന്തിനാ? മോഡറേഷനിൽ അല്ലെ, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യമില്ലാണ്ട് അധികമായി പോകുമ്പോഴാണ് അല്ലെ അത് നമ്മൾ ദുനിയാവുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകുന്നത്. അല്ലാതെ നമ്മളെ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ എല്ലാ ഹറാമുകളും നമുക്ക് പരീക്ഷണത്തിനുള്ളതാണ്, എല്ലാ ഹലാലുകളും നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. അപ്പം അറിവും അതിനകത്ത് പെട്ടതാണ്. എല്ലാ അറിവുകളും, ദുനിയാവിലുള്ള എല്ലാ അറിവുകളും ദീനിലുള്ള അറിവ് പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. അള്ളാഹു അൽ അലീമാണ് അല്ലെ, അള്ളാഹ് തരാത്ത ഒരറിവും ദുനിയാവിൽ ഇല്ല. ഓക്കെ, അപ്പം ഓപ്പൺ ആയിരിക്കുക, അത് ആവശ്യമുള്ളത് അത് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. അൽമ, ഓക്കെ, അത് ദുനിയാവിയായിട്ടുള്ള അൽമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. അത് ഉപയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക. അല്ലാതെ ഭയങ്കര ഫൂളിഷ് ആയിട്ട് എനിക്ക് നിസ്കരിക്കാനും അറിയാം, ഖുർആൻ ഓതാനും അറിയാം അല്ലെ, അത് മതി എന്ന് വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് എന്തിനാ തന്നത്? അപ്പം ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡറേഷനിൽ അനാവശ്യമായിട്ട് നമ്മൾ ഇൻഡൾജ്ഡ് ആവണ്ട ദുനിയാവിൽ. ഓക്കെ, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക, അറിവുണ്ടായിരിക്കുക. എന്ത് കാര്യത്തിലും അറിവ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അറിയുന്നതിൽ ഒരു മോശമില്ല, അത് ദുനിയാവിയായിട്ടുള്ള കാര്യമാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ സ്വർഗം നഷ്ടപ്പെടുത്തൊന്നല്ല ചെയ്യുന്നത്, നമുക്ക് സ്വർഗത്തിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഈ എളുപ്പത്തിൽ നേടാൻ പറ്റുക ചെയ്യുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അറിവുള്ള ഒരു കൗമായിട്ട് മാറാൻ വേണ്ടിയിട്ട്, ഹിക്മത്തുള്ള ചിന്തയുള്ള പ്രാക്ടീസ് ഉള്ള ഒരു കൗമായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിയ്യത്ത് വെക്കുക, ദുആ ചെയ്യുക, അതിനു വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.